ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇതുവരെയും എൻ.ഡി.എക്ക് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനായിട്ടില്ല. ആദ്യം ബി.ഡി.ജെ.എസിന് നൽകുമെന്ന ധാരണയായ മണ്ഡലം പിന്നീട് ബി.ജെ.പി ഏറ്റെടുക്കുകയായിരുന്നു. സംവരണ മണ്ഡലമായ ആലത്തൂരിൽ എൻ.ഡി.എ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് കോൺഗ്രസുമായുള്ള രഹസ്യധാരണയുടെ അടിസ്ഥാനത്തിലാണെന്നാണ് ഉയരുന്ന ആരോപണം. ഇർഫാനുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ഇർഫാൻ, എന്താണ് സാഹചര്യം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട്? കീർത്തി, ഇതുവരെയും എൻ.ഡി.എക്ക് മുന്നണിക്ക് ഒരു സ്ഥാനാർത്ഥിയെ ആലത്തൂരിൽ പ്രഖ്യാപിക്കാൻ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷം എൻ.ഡി.എയിലെ ബി.ഡി.ജെ.എസ് മത്സരിച്ചൊരു സീറ്റാണ്. ആദ്യം ആലത്തൂർ മണ്ഡലം സംവരണ മണ്ഡലമായ ആലത്തൂരിൽ എൻ.ഡി.എ സ്ഥാനാർത്ഥിയായി ബി.ഡി.ജെ.എസിൻ്റെ ഒരു പ്രതിനിധി മത്സരിക്കും എന്നാണ് ധാരണയായിരുന്നത്. എന്നാൽ ഇത് മാറി സംവരണ മണ്ഡലമായ ആലത്തൂർ ബി.ജെ.പി ഏറ്റെടുക്കുകയായിരുന്നു. ഏകപക്ഷീയമായ ബി.ജെ.പിയുടെ ഏറ്റെടുക്കലിൽ ബി.ഡി.ജെ.എസിൽ ഉൾപ്പെടെ വലിയ ഒരു അമർഷമുണ്ടായിരുന്നു. എന്നാൽ ഇതുവരെയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ ഇതുവരെയും മണ്ഡലത്തിൽ സാധിച്ചിട്ടില്ല. അടുത്ത ദിവസം നരേന്ദ്രമോദി പാലക്കാട് വരുന്നുണ്ട്. നരേന്ദ്രമോദി പാലക്കാട് വരുമ്പോൾ എൻ.ഡി.എ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക, ആലത്തൂരിൽ എൻ.ഡി.എ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്ന് മാത്രം പറയേണ്ട ഒരു ഗതികേടിലേക്കാണ് എൻ.ഡി.എ ഇപ്പോൾ പോകുന്നത്. കാരണം ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറയാൻ കഴിയില്ല. ഇപ്പോൾ പല പേരുകളും ഉയർന്നു വരുന്നുണ്ട്. ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ഷാജിമോൻ വട്ടേക്കാടിൻ്റെ പേരും അതോടൊപ്പം തന്നെ വിക്ടോറിയ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ ടി.എൻ. സരസുവിൻ്റെ പേരും ഉൾപ്പെടെ നിരവധി ആളുകളുടെ പേരുകൾ ഇങ്ങനെ റൂമറുകളായി ഏറി നിൽക്കുന്നുണ്ട്. എന്നാൽ ഇതുവരെയും ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താനോ അത് പ്രഖ്യാപിക്കാനോ എൻ.ഡി.എക്ക് കഴിയുന്നില്ല. സംസ്ഥാന നേതൃത്വത്തിലെ ബി.ജെ.പിയുടെ തമ്മിലടി മൂലമാണ് ഒരു സ്ഥാനാർത്ഥിയെ കൊടുക്കാൻ കഴിയാത്തത് എന്നൊരു കാര്യവും ആരോപണം ഉയരുന്നുണ്ട്. അതുമാത്രമല്ല, ഇത് നിലവിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള അല്ലെങ്കിൽ നിലവിലെ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയെ സഹായിക്കുവാൻ വേണ്ടിയിട്ടുള്ള രഹസ്യധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ മണ്ഡലത്തിൽ വൈകിപ്പിക്കുന്നത് എന്നൊരു ആക്ഷേപവും ഉയർന്നു കേൾക്കുന്നുണ്ട്. രാഷ്ട്രീയ നേതാക്കൾ, പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് തന്നെയാണ് ഇത്തരം ഒരു ആക്ഷേപം ഉയർന്നു കേൾക്കുന്നത്. ബി.ജെ.പി സ്ഥാനാർത്ഥിയുടെ എൻ ഡി എ മത്സരിക്കുന്ന ബി.ജെ.പി ഏറ്റെടുത്ത ആലത്തൂരിലെ ബി.ജെ.പി സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത് സംസ്ഥാന ബി.ജെ.പി നേതൃത്വത്തിലെ തമ്മിലടി മൂലമാണെന്നൊരു ആരോപണവും ബി.ജെ.പിക്കാർക്കിടയിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ട്. ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ പേര് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും ഇതിനൊരു അന്തിമ തീരുമാനമെടുക്കേണ്ടത് ബി.ജെ.പി സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങളാണെന്നിരിക്കെ ഇതുവരെയും അവിടെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ സാധിക്കാത്തത് വലിയ ക്ഷീണം തന്നെയാണ് എൻ.ഡി.എക്ക് ഉണ്ടാക്കുന്നത്. വിശിഷ്യ അടുത്ത ദിവസം നരേന്ദ്രമോദി വരുന്ന സാഹചര്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ഥാനാർത്ഥിയുടെ പേരെടുത്ത് പറയാതെ ആലത്തൂരിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നൊരു ആവശ്യം അല്ലെങ്കിൽ ഒരു അഭ്യർത്ഥന വോട്ടർമാർക്ക് മുന്നിൽ നടത്തേണ്ട ഒരു ഗതികേടിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കൂടിയായിട്ടുള്ള ബി.ജെ.പി നേതാവ് നരേന്ദ്രമോദി ആ ഒരു ഗതികേടിലേക്ക് എത്തി എന്നാണ് നമുക്ക് പറഞ്ഞു വെക്കാൻ കഴിയുന്നത്. മാത്രമല്ല, നിരവധി പേരുകൾ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഈ ഒരു മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വം മുൻ വർഷങ്ങളിലേത് ബി.ജെ.പി ആരോപണം നേരിട്ടതുപോലെ സ്ഥാനാർത്ഥി കച്ചവടം നടത്തുവാൻ വേണ്ടിയിട്ടാണ് വോട്ട്. ഇർഫാനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.